ഈ കഥ നടക്കുന്നത് ഒരു വലിയ കാട്ടിനുള്ളിലാണ്. കാട്ടിൽ വേട്ടയ്ക്കായി എത്തിയിട്ടുള്ള നായാട്ടുകാരൻ. തനിക്കുള്ള ഇരയൊന്നും കിട്ടാതെ ഏറെ നേരമായി അലഞ്ഞു തിരിഞ്ഞ അദ്ദേഹം വളരെ നിരാശനായാണ് മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് അടുത്ത കുറ്റിക്കാട്ടിൽ നിന്നും ചെറിയൊരനക്കം. അനക്കം കേട്ട ഭാഗത്തേക്ക് അമ്പെയ്യാനായി അദ്ദേഹം ഉന്നം നോക്കിയതും പെട്ടെന്ന് മുന്നിലേക്ക് ഒരു വലിയ പുലി എടുത്തു ചാടുന്നു. ജീവഭയത്താൽ അയാൾ ഓടി ഒരു മരത്തിൽ അള്ളിപ്പിടിച്ച് കയറി. പക്ഷേ താൻ കയറിയ മരത്തിലെ തൊട്ട് മുകളിലെ കൊമ്പിൽ ഒരു കരടിയും അഭയം തേടിയിരുന്നു. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥയിലായി നായാട്ടുകാരൻ. തന്നെ കണ്ട് പേടിച്ചു വിറയ്ക്കുന്ന നായാട്ടുകാരനോട് കരടി പറഞ്ഞു, ഹേ മനുഷ്യ, നിങ്ങൾ കയറി എൻ്റെ അരികത്തിരുന്നോളൂ, ഞാൻ താങ്കളെ ഉപദ്രവിക്കില്ല. വേട്ടക്കാരൻ അല്പം പേടിയോടെ തന്നെ ആ കരടിക്ക് അരികിൽ പോയിരുന്നു. ഏറെ നേരം നടന്ന് തളർന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മരക്കൊമ്പിലിരുന്ന് ഉറക്കം തൂങ്ങുകയായിരുന്നു. ഇത് കണ്ട കരടി അയാളോട് സ്നേഹത്തോടെ പറഞ്ഞു, താങ്കൾ എൻ്റെ മടിയിൽ തലവെച്ചുറങ്ങിക്കോളൂ. ഇത്രയും നേരമായി തന്നെ ഉപദ്രവിക്കാത്ത കരടിയെ അപ്പോഴേക്കും വേട്ടക്കാരനും വിശ്വാസമായിരുന്നു. അയാൾ ആ കരടിയെ വിശ്വസിച്ച് ആ കരടിയുടെ മടിയിൽ തലവെച്ചുറങ്ങി. എന്നാൽ ഇതെല്ലാം താഴെ ഇരുന്ന പുലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ കരടിയോട് വിളിച്ചു പറഞ്ഞു, എടാ കരടിക്കുട്ടാ, നിന്റെയും എൻ്റെയും പൊതുശത്രുവായ ഈ മനുഷ്യനെ തള്ളി താഴെയിട്. വിശപ്പടക്കി ഞാൻ പോയിക്കോളാം, നിന്നെ ഞാൻ ഉപദ്രവിക്കുകയുമില്ല. ഇത് കേട്ട കരടി മറുപടിയായി പറഞ്ഞു, ഞാൻ പറഞ്ഞത് വിശ്വസിച്ചാണ് അയാൾ എൻ്റെ മടിയിൽ കിടക്കുന്നത്. വിശ്വസിക്കുന്നവരെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. മറുപടി കേട്ട പുലി നിരാശനായി. സമയം മുന്നോട്ട് നീങ്ങി. വേട്ടക്കാരൻ ഉണർന്നു. ഇതേ സമയം കരടിക്കും ക്ഷീണത്താൽ ഉറക്കം വന്നു. വേട്ടക്കാരൻ കരടിയോട് പറഞ്ഞു, താങ്കൾ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നോളൂ. അല്പം കഴിഞ്ഞ് കരടിയും ഉറക്കത്തിലായി. ഇതേ സമയം പുലിയുടെ കുബുദ്ധി വീണ്ടും പ്രയോഗിച്ചു. എടോ മനുഷ്യ, താൻ ആ തടിമാടൻ കരടിയെ തള്ളി താഴെയിട്. ഞാൻ അവനെ കഴിച്ച് വിശപ്പടക്കിക്കോളാം. നിനക്ക് നിന്റെ വീട്ടിലേക്കും മടങ്ങാം. ഇത് കേട്ട വേട്ടക്കാരൻ ഒന്നാലോചിച്ചു. സംഗതി ശരിയാണ്, എനിക്ക് വീടെത്താം, പുലിയെ ഭയക്കുകയും വേണ്ട. മറുത്തൊന്നും ആലോചിക്കാതെ ആ വേട്ടക്കാരൻ കരടിയെ പിടിച്ചു തള്ളി. എന്നാൽ കരടി തൻ്റെ കൂർത്ത നഖങ്ങളാൽ മരത്തിൽ അള്ളിപ്പിടിച്ചിരുന്നതുകൊണ്ട് താഴേക്ക് വീണില്ല. അപ്പോൾ കുശാഗ്ര ബുദ്ധിക്കാരനായ പുലി താഴെ നിന്ന് വിളിച്ചു പറഞ്ഞു, അല്ലയോ കരടി, നിന്റെ സ്നേഹത്തെ മറന്ന് നിന്നെ ചതിച്ചു വീഴ്ത്താൻ ശ്രമിച്ച ആ നീചനായ മനുഷ്യനെ ഇനിയും നീ സംരക്ഷിക്കുകയാണോ? വേഗം തള്ളി താഴെയിട്. പുലിയുടെ പരിഹാസത്തിന് കരടിയുടെ മറുപടി ഇതായിരുന്നു, തനിക്ക് ദ്രോഹം ചെയ്തവരോട് പോലും മനസ്സിൽ നന്മയുള്ളവൻ പ്രതികാരം ചെയ്യില്ല. ഏതൊന്നിൻ്റെയും അലങ്കാരം നല്ല പ്രവർത്തികളാണ്. ഈ വലിയ ഭൂമിയിൽ വളരെ കുറച്ചു നാളുകൾ കഴിച്ചുകൂട്ടാൻ വേണ്ടി വന്നെത്തിയിട്ടുള്ള അതിഥികളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ സഹായിച്ചവരെ ഒരിക്കലും മറക്കാതിരിക്കുക. ചതിച്ചവരോട്, വഞ്ചിച്ചവരോട് പ്രതികാരവും ചെയ്യാതിരിക്കുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.